ഒരിക്കൽ വടക്കൻ ഇസ്രായേൽ രാജ്യത്തിൽ ആഹാബ് എന്നു പേരുള്ള ഒരു രാജാവ് താമസിച്ചിരുന്നു. അവന്റെ പിതാവായ ഒമ്രി രാജാവ് വളരെ കഠിനാധ്വാനം ചെയ്യുകയും ആഹാബിന് വലിയതും വലിയതുമായ ഒരു രാജ്യം വിട്ടുകൊടുത്തിരിക്കുകയും ചെയ്തു. വളഞ്ഞുപുളഞ്ഞ യോർദാൻ നദി കടന്ന ഗിലെയാദ്, ബാശാൻ എന്നീ ദേശങ്ങളിലേക്ക് അതിർത്തികൾ വ്യാപിച്ചു. ഒമ്രി രാജാവ് മോവാബ് രാജാവിനോട് ഇസ്രായേലിന് നികുതി അടയ്ക്കാൻ പോലും നിർബന്ധിച്ചിരുന്നു. തെക്കുഭാഗത്തുള്ള യഹൂദാ രാജ്യവും ഒരു സൗഹൃദ സഖ്യകക്ഷിയായിരുന്നു. രാജകീയ ഭൂപട നിർമ്മാതാവായ താല്യ എന്ന സമർത്ഥിയായ പെൺകുട്ടി ആഹാബിന്റേതായ എല്ലാ ദേശങ്ങളും അടയാളപ്പെടുത്താൻ ചെറുതും തിളങ്ങുന്നതുമായ രത്നങ്ങൾ ഉപയോഗിച്ചു. അത് ഒരുപാട് തിളക്കമായിരുന്നു. തന്റെ രാജ്യം കൂടുതൽ ശക്തമാക്കാൻ ആഹാബ് ഈസേബൽ എന്നു പേരുള്ള തിളക്കവും ധൈര്യശാലിയുമായ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. അവൾ ശക്തനായ സീദോൻ നഗരത്തിലെ എത്ബാൽ രാജാവിന്റെ മകളായിരുന്നു. ഈ വിവാഹം അർത്ഥമാക്കുന്നത് ഇസ്രായേലും ഫിനീഷ്യക്കാരും വീണ്ടും മികച്ച സുഹൃത്തുക്കളായി. എന്നാൽ ഒരു വലിയ രാജ്യം സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല. തൊട്ടടുത്താണ് സിറിയ രാജ്യം. അതിന്റെ സൈന്യം എപ്പോഴും അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നു. അവർ നീണ്ടതും കഠിനവുമായ അതിർത്തി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇസ്രായേൽ സാധാരണയായി ദുർബല പക്ഷമായിരുന്നു. എന്നാൽ ആഹാബ് ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അതിലും മോശമായി, നികുതി അടക്കുന്നതിനെ വെറുത്തിരുന്ന മോവാബിലെ രാജാവായ മേശ യുദ്ധസമയത്ത് തന്റെ അവസരം കണ്ടു. അവൻ സ്വന്തം സൈന്യത്തെ ഒരുമിച്ചുകൂട്ടി വിജയകരമായി മത്സരിച്ചു. മോവാബ് അടയാളപ്പെടുത്തുന്ന തിളങ്ങുന്ന രത്നങ്ങൾ ഭൂപടത്തിൽ നിന്ന് താലിയക്ക് ദുഃഖത്തോടെ നീക്കം ചെയ്യേണ്ടിവന്നു. പെട്ടെന്ന് ലോകമെമ്പാടും ഒരു വലിയ നിഴൽ വീണു. അസീറിയയിലെ രാജാവായ ശൽമനേസർ മൂന്നാമന്റെ വലിയ സൈന്യം പടിഞ്ഞാറോട്ട് നീങ്ങുകയായിരുന്നു. അത് ഇസ്രായേലിന്റെ പഴയ ശത്രുവായ സിറക്ക് പോലും അദ്ദേഹം എല്ലാവർക്കും ഭീഷണിയായിരുന്നു. സിറിയയിലെ ബെൻഹദാദ് രാജാവിന് സഹായം ആവശ്യമാണെന്ന് അറിയാമായിരുന്നു. അവൻ എല്ലാ രാജാക്കന്മാരെയും ഒരു അടിയന്തര യോഗത്തിലേക്ക് വിളിച്ചു. ആഹാബ് രാജാവ് ശത്രുക്കളായിരുന്നിട്ടും വലിയ അപകടത്തിനെതിരെ സൈന്യത്തിൽ ചേരാൻ സമ്മതിക്കാൻ തക്കവണ്ണം ബുദ്ധിമാനായിരുന്നു. ഇസ്രായേലിന് അപ്പോഴും ശക്തമായ ഒരു സൈന്യവും ഏറ്റവും ശക്തവും വേഗയേറിയതുമായ രഥങ്ങളും ഉണ്ടായിരുന്നു. അവർ ഏറ്റവും വലിയ രഥസേനയെയും രണ്ടാമത്തെ വലിയ സൈനികരെയും കാർക്കർ എന്ന സ്ഥലത്ത് വലിയ യുദ്ധത്തിലേക്ക് അയച്ചു. അവർ തയ്യാറായിരുന്നു. രാജാക്കന്മാർ ഒരുമിച്ചു ഭയങ്കര അസീറിയൻ സൈന്യത്തെ തടഞ്ഞു. എന്നാൽ അപകടം പോയതോടെ സഖ്യം തകർന്നു. സിറിയക്കാർ പിടിച്ചെടുത്ത ഒരു പ്രധാന നഗരമായ രാമോത്ത് ഗിലെയാദിനെ ഇനിയും തിരികെ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് ആഹാബ് രാജാവിന് അറിയാമായിരുന്നു. വളരെ ധൈര്യത്തോടെ അദ്ദേഹം അവസാനമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ആഹാബ് രാജാവ് അവസാനം വരെ ധീരമായി പോരാടി. പക്ഷേ തന്റെ പ്രധാന നഗരത്തെ സിറിയക്കാരിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം മരണത്തെ നേരിട്ടു. അങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യം അവകാശമാക്കുകയും അതിനെ പൂർണ്ണമായി നിലനിർത്താൻ അനേകം യുദ്ധങ്ങൾ നടത്തുകയും ചെയ്ത ആഹാബ് രാജാവിന്റെ ഭരണം അവസാനിച്ചത്.